പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയും പരിസരവും ശുചിയാക്കി മണ്ണാർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂവും സിവിൽ ഡിഫൻസും. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീറിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രവർത്തനം ഏറ്റെടുത്തത്. 1500ഓളം പ്രതിദിന ഒപിയുള്ള മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി കെട്ടിടവും പരിസരവും ശുചിയാക്കുന്ന മാതൃകാപരമായ പ്രവൃത്തിയാണ് മണ്ണാർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂവും സിവിൽ ഡിഫൻസും ഏറ്റെടുത്തത്. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായാണ് സേവന രംഗത്തിന് കേരളത്തിന് തന്നെ മാതൃകയായ മണ്ണാർക്കാട് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഉദ്യോഗസ്ഥരും താലൂക്ക് ആശുപത്രിയിലെത്തിയത്. ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ടീം കാഴ്ചവെക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം കുരുത്തിച്ചാലിൽ മരിച്ച ഷൊർണൂർ സ്വദേശിയുടെ മൃതദേഹത്തിനായി 4 ദിവസമാണ് ഇവർ ജാഗ്രതയോടെ തിരച്ചിലേർപ്പെട്ടതെന്നും നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ആവശ്യപ്പെട്ടത് പ്രകാരം മണ്ണാർക്കാട് സിവിൽ ഡിഫൻസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ചേർന്നുകൊണ്ട് മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കെട്ടിടങ്ങൾക്ക് മുകളിലുള്ള മുഴുവൻ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ചില്ലയിൽ നിന്ന് വീണ ഇലകൾ ഉൾപ്പെടെയുള്ള കുറേ മാലിന്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നീക്കം ചെയ്ത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ പരിസരവും മുഴുവൻ വൃത്തിയാക്കുകയുണ്ടായി. മണ്ണാർക്കാട് സിവിൽ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് അവർ പല മേഖലകളിലും കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കുരുത്തിച്ചാലിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു യുവാവിൻ്റെ ജഡത്തിനു വേണ്ടി 4 ദിവസം അവർ വളരെ അവരുടെ ഇടപെടലിലൂടെ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞു. 4 ദിവസം അവർ ആ തെരച്ചിലിൽ പങ്കാളികളായി. അതിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സാധാരണക്കാരാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇത്തരം ഉപജീവന മാർഗത്തിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ അവർ സമൂഹത്തിന് ചെയ്യുന്ന ഈ സേവനങ്ങൾ ശ്ലാഘനീയമാണ്. അവരുടെ ഈ പ്രവർത്തനങ്ങൾ എന്നും സ്മരിക്കപ്പെടുന്നതും മണ്ണാർക്കാടിൻ്റെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായിക്കൊണ്ട് ഇടപെടുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങളെ നഗരസഭയ്ക്ക് വേണ്ടി മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ മണ്ണാർക്കാട് സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിം, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ കാസിം തച്ചമ്പാറ, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ലിജി ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർമാരായ ശ്രീജേഷ്, സുരേഷ്, അംഗങ്ങളായ ബിജു, എ അഷ്റഫ്, സുഭാഷ്, സുരേഷ്, സലീം, റജീന, സഫ്വാൻ, ജംഷാദ്, റിയാസ്, ഹംസ എന്നിവർ പങ്കെടുത്തു. താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് കെ കല, RMO ഡോക്ടർ രാജു എന്നിവർ ആശംസകൾ അറിയിച്ചു. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.